2026 നഴ്സിംഗ് അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയാം. +2 സയൻസ് കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്കാണ് BSc നഴ്സിംഗും, +2 ഏത് ഗ്രൂപ്പ് എടുത്ത് പഠിച്ച വിദ്യാർത്ഥികൾക്ക് GNM നഴ്സിംഗും അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കോളേജിന്റെ അപ്രൂവൽ ആൻഡ് റെക്കഗ്നേഷൻ ഇത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. കോളേജിന് INC അപ്രൂവൽ ഉണ്ടോന്നും, അതായത് സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിന്റെ അപ്രൂവൽ ഉണ്ടോന്നും, ഏത് യൂണിവേഴ്സിറ്റി ആണോ അതിന്റെ അപ്രൂവൽ ഉണ്ടോന്നുള്ളതും ചെക്ക് ചെയ്യുക. അടുത്തത് നമ്മൾ നോക്കേണ്ടത് ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഉണ്ടോ നോക്കുക, അല്ലെങ്കിൽ ടൈ അപ്പ് ഹോസ്പിറ്റൽ ഉണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യുക. അതേപോലെ പേഷ്യന്റ് ഫ്ലോ ഉള്ള ഹോസ്പിറ്റൽ ആണോ എന്നുള്ളതും ഉറപ്പുവരുത്തുക. ക്ലിനിക്കൽ എക്സ്പോഷർ, നമുക്ക് എത്ര ഹവേഴ്സ് ഹോസ്പിറ്റൽ ക്ലിനിക്സിൽ കിട്ടുന്നുണ്ടെന്നുള്ളതും ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സിൽ കിട്ടുന്നുണ്ട് എന്നുള്ളതും നമ്മൾ അഡ്മിഷൻ മുമ്പായിട്ട് തന്നെ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതേപോലെ തന്നെ കോളേജിന്റെ റെപ്യൂട്ടേഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് റിവ്യൂസ് നമുക്ക് പ്രീവിയസ്ലി പഠിച്ച കുട്ടികളുടെ അടുത്ത് നിന്ന് നമുക്ക് റിവ്യൂസ് എടുക്കാം. അതേപോലെ തന്നെ പാസ് പെർസെന്റേജും നമ്മൾ ചെക്ക് ചെയ്യുക. അതിലൂടെ നമുക്ക് അവിടുത്തെ ടീച്ചിങ് ഫെസിലിറ്റീസിനെ കുറിച്ചും നമുക്ക് ഒരു ധാരണ കിട്ടുന്നതാണ്. അതേപോലെ തന്നെ ഫീസ് സ്ട്രക്ചർ നമ്മൾ കറക്റ്റ് ഉറപ്പുവരുത്തുക. ട്യൂഷൻ ഫീ ഉണ്ടാവും, ഹോസ്റ്റൽ ഫീ ഉണ്ടാവും, അതർ എക്സ്ട്രാ ഫീസസ് ഒക്കെ ഉണ്ടാകും. അപ്പം അത് എന്തൊക്കെയാണെന്നുള്ളത് ക്ലാരിറ്റി വരുത്തിയതിനു ശേഷം മാത്രം അഡ്മിഷൻ എടുക്കുക. ഇതെല്ലാം നമ്മൾ പ്രോപ്പർ വേയിലൂടെ ചെക്ക് ചെയ്ത് കൺഫേം വരുത്തി അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ക്യാഷിനൊരു വർത്ത് തന്നെയായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ എടുക്കുന്നതിനും വിദ്യാമിത്രയുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.